പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ്. ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. ലൈബ വെഡ്ഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരകുണ്ട്. കാട്ടുപോത്തിനെ വേട്ടയാടി പിടിച്ച ഇറച്ചി വിൽപ്പന. രഹസ്യ വിവരത്തെ തുടർന്ന് വനപാലകർ നടത്തിയ തിരച്ചിലിൽ വേവിച്ചതും പച്ചയുമായ 20 കിലോ മാംസം കണ്ടെടുത്തു. കരുവാരക്കുണ്ട് കേരള പാന്ത്രയിലെ ചെമ്മല സുബൈർ എന്ന ബാപ്പുട്ടിയുടെ വീട്ടിൽ നിന്നാണ് മാംസം പിടിച്ചെടുത്തത്. പ്രതികൾ ഒളിവിലാണ്. വെള്ളിയാഴ്ച രാത്രി കാട്ടുപോത്തിനെ വേട്ടയാടി പിടിച്ചതായാണ് വിവരം. ശനിയാഴ്ച രാവിലെയാണ് മാംസം കണ്ടെടുത്തത്. പാത്രങ്ങളടക്കം 8 കിലോയോളം വേവിച്ചതും 12 കിലോ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച നിലയിലുമാണ് കണ്ടെടുത്തത്. പ്രതികൾ എല്ലാവരും നിരീക്ഷണത്തിലാണെന്ന് ഡെപ്യൂട്ടി റേഞ്ചർ PN സജീവൻ പറഞ്ഞു. വിൽക്കണ ആള് സ്ഥലത്തില്ലായിരുന്നു. പക്ഷെ അയാളെ വീട്ടിൽ നിന്നും ചെമ്മല ബാപ്പുട്ടി എന്ന് പറയുന്ന സുബൈർ, അയാളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് 20 കിലോയോളം കാട്ടിറച്ചി കിട്ടി. അത് കാട്ടുപോത്തിൻ്റെ ഇറച്ചി തന്നെയാണെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ബാക്കി പ്രതികളെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. മിക്കവാറും 2 ദിവസം കൊണ്ട് തന്നെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യും. അതുപോലെ വേട്ടയാടിയ സ്ഥലം, തോക്ക്, അതുപോലെ പിന്നെ വാഹനം ഇതെല്ലാം ഉണ്ട്. ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് പ്രതികളെല്ലാവരെയും പിടിക്കും. ഈ വേട്ടിറച്ചി വിൽക്കുന്നുണ്ടെന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭാഗത്ത് റെയ്ഡ് നടത്തിയിട്ടുള്ളത്. കാട്ടുപോത്തിനെ വേട്ടയാടിയ സംഘത്തിൽ 6ഓളം പ്രതികളുണ്ടെന്നാണ് സൂചന. ഇവരെക്കുറിച്ചുള്ള പ്രാഥമിക വിവരവും വനപാലകർക്ക് ലഭിച്ചിട്ടുണ്ട്. വേട്ടയാടിയ കാട്ടുപോത്തിന് എത്ര തൂക്കമുണ്ടായിരുന്നെന്നും എത്ര പേർ മാംസം വാങ്ങി ഉപയോഗിച്ചെന്നും കൃത്യമായ വിവരം ഇപ്പോൾ ലഭ്യമല്ല. പ്രതികളെ പിടികൂടി ചോദ്യം ചെയ്താൽ മാത്രമേ ഇക്കാര്യങ്ങൾ അറിയാൻ കഴിയൂ. കാട്ടുപോത്തിനെ വേട്ടയാടിയ സ്ഥലവും വേട്ടയാടാൻ ഉപയോഗിച്ച തോക്കും മറ്റ് അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടില്ല. മാംസം വേവിക്കാൻ ഉപയോഗിച്ച കുക്കർ, പാത്രങ്ങൾ, കത്തികൾ തുടങ്ങിയവ വനപാലകർ പിടിച്ചെടുത്തിട്ടുണ്ട്. പ്രതികൾ ഉപയോഗിച്ച വാഹനങ്ങളും ഉടൻ പിടികൂടും. കാട്ടുപോത്തിന്റെ ഇറച്ചി പണം കൊടുത്ത് വാങ്ങിയവരും കേസിലെ പ്രതികളാകും. പിടിച്ചെടുത്ത മാംസം മഞ്ചേരി വനം കോടതിയിൽ ഹാജരാക്കി. ഫോറസ്റ്റ് റേഞ്ചർ P രാജീവിന്റെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി റേഞ്ചർ PN സജീവൻ, BFOമാരായ AN അഭിലാഷ്, VA വിനോദ്, T സജീവൻ, K അശ്വതി എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, കരുവാരക്കുണ്ട്. നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ്, ഹൈ ബഡ്ജറ്റ്, പ്രീമിയം ക്ലാസ് ടൈലുകൾ, ഗ്രാനൈറ്റുകൾ, സാനിറ്ററി വയർ, ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ്. Luxury is in each detail. അമ്പലപ്പടി, നിലമ്പൂർ റോഡ്, വണ്ടൂർ.